ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതിനു ശേഷമുള്ള ആദ്യത്തെ അഭിമുഖമാണ്. അത് ലഭിച്ചത് അന്തോണിയോസ് പദാരോ എന്ന് പറയുന്ന ഈശോസഭ വൈദികൻ, മാസികയുടെ എഡിറ്റർ. അദ്ദേഹം ഇൻ്റർവ്യൂവിന് സമയമായപ്പോൾ വന്നു, രണ്ടുപേരും ഇരുന്നു. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, ആരാണ് ഈ ബെർഗോളിയോ? ഹു ഈസ് ബെർഗോളിയോ? ഈ ചോദ്യം കേട്ടപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യം ഒന്ന് വിസ്മയിച്ചു, ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല, സത്യമായിട്ടും ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, 17-ാമത്തെ വയസ്സിലാണ് ഇത്തരമൊരു അനുഭവത്തിലേക്ക് താൻ പോകുന്നത്. അന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം പിക്നിക്കിന് പോകാൻ ഒരുങ്ങിയിരിക്കുക. അന്ന് ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ബസിലിക്കായുടെ മുമ്പിലെത്തിയപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് പള്ളിക്കകത്തേക്ക് കയറണമെന്ന് തോന്നി. അകത്ത് കയറിയപ്പോൾ അതുവരെ അവിടെ കണ്ടിട്ടില്ലാത്ത ഒരു വൈദികൻ. കുമ്പസാരിക്കണമെന്ന് തോന്നി. പോയി കുമ്പസാരിച്ചപ്പോൾ പാപ്പ പറയുന്നത്, കരുണ, ദൈവത്തിൻ്റെ കാരുണ്യം എന്നിലേക്ക് വന്ന് നിറയുന്ന പോലെ. പിന്നീട് അദ്ദേഹം മെത്രാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ബോനസ് അയേഴ്സിലെ ഓക്സിലറി ആയപ്പോൾ തിരഞ്ഞെടുത്ത ആപ്തവാക്യം ഇത് തന്നെയായിരുന്നു, അവൻ കരുണ തോന്നി എന്നെ വിളിച്ചു. ലത്തീനിലാണത്. അത് ബീഡെന്ന് പറയുന്ന 7-ാം നൂറ്റാണ്ടിലെ ഒരു സഭാപിതാവിൻ്റെ മത്തായിയുടെ വിളിയെക്കുറിച്ചുള്ള ഒരു ഫ്രൈസാണ്, അവൻ കരുണ തോന്നി എന്നെ വിളിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ജീവിതത്തിൽ സ്പർശിച്ച സംഭവമായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, എല്ലാ പ്രാവശ്യവും റോമിൽ വരുമ്പോൾ അവിടെ വിശുദ്ധ ലൂയിയുടെ പേരിലുള്ള പള്ളിയുടെ അടുത്താണ് അദ്ദേഹം താമസിക്കുക. എന്നിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ പള്ളിയിൽ പോകും. അവിടെ മധ്യനൂറ്റാണ്ടുകളിലെ വലിയ ചിത്രകാരൻ കരവാജിയോ വരച്ച ഒരു എണ്ണച്ചായ ചിത്രമുണ്ട്. അത് മത്തായിയുടെ വിളിയാണ്. മത്തായി ചുങ്കക്കാരനാണ്. ചുങ്കക്കാരൻ ഈ നികുതി പിരിക്കുന്ന പണസഞ്ചി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചുങ്കസ്ഥലത്ത്. അപ്പോഴാണ് ഈശോ കൈ നീട്ടി അവനെ വിളിക്കുന്നത്. എന്നിട്ട് പാപ്പ പറയുന്നു, ഞാൻ ആ ചിത്രത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കുള്ളിൽ തോന്നുന്നു, ഞാനാണ് ആ മത്തായി. മത്തായി പണസഞ്ചിയിൽ നിന്നും കൈവിടാൻ മടിക്കുകയാണ്. അങ്ങനെ മടിക്കുന്ന ഞാനാണ് ആ മത്തായി. അവൻ കരുണ തോന്നി എന്നെ വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ പാപിയായ ഒരു മനുഷ്യനാണ്.